മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. തീർച്ചയായിട്ടും നമ്മൾ സന്തോഷം എന്താണെന്ന് പഠിച്ചത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷം എന്തെന്ന് പഠിച്ചോ നമ്മൾ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ നമുക്ക് സന്തോഷം പരത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. കറക്റ്റല്ലേ ഞാൻ പറയുന്നത്? കറക്റ്റാണ്. നമ്മൾ ഓഫീസിൽ പോകട്ടെ, അവിടെ നമ്മൾ അത്രമേൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷവും അങ്ങനെയുള്ള കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓഫീസിൽ നമ്മൾ കാരണം മറ്റുള്ളൊരു സന്തോഷത്തിൽ നിൽക്കും. അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോവാണ്, നമ്മൾ കാരണം അവിടെ ഉള്ളവർ സന്തോഷിക്കും. അപ്പോൾ ഈവൻ നമ്മൾ നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ ചിരിയോ കളിയോ നമ്മുടെ എന്താ പറയുക തമാശ പറച്ചിലൊക്കെ ആയിരിക്കും അവർ സന്തോഷത്തിലാകാൻ കാരണം. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? സോ ലൈഫിൽ നമുക്ക് എപ്പോഴും ആദ്യം പഠിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സന്തോഷം എന്താണെന്ന് പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന സന്തോഷം യഥാർത്ഥ സന്തോഷമാണെങ്കിൽ അവിടെ ഒരു ഫേക്കും ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം നമുക്ക് പലർക്കും സന്തോഷം കൊടുക്കാൻ സാധിക്കും. അതിലൂടെ തിരികെ നമുക്ക് ലഭിക്കുന്നതും സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. മാത്രമല്ല, നമുക്ക് വിഷമങ്ങളും അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളും ഒക്കെ തരുന്ന സൗഹൃദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ മാറ്റി നിർത്തുക. കാരണം അവർ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമുക്ക് അവർ സന്തോഷം തരുന്നില്ലെങ്കിൽ എന്തിനാണ് വെറുതെ നമ്മൾ ലൈഫിനെ പാഴായി കളയുക? ഞാൻ പറഞ്ഞു, സന്തോഷത്തിന്റെ കടിഞ്ഞാൺ വലിച്ച് മുന്നേക്ക് പോകണം, അല്ല ദുഃഖത്തിന്റെ കടിഞ്ഞാൺ വലിച്ചിട്ടല്ല നമ്മളവിടെ പുറകിലേക്ക് നടക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം കൂടെയാണത്. നമുക്ക് സന്തോഷം നൽകുന്നവരെ മാത്രം ലൈഫിലേക്ക് ചേർക്കുക, ഇല്ലാത്തവരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു വലിയ പാഠം നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ വൈകി പോകാറുണ്ട് അല്ലേ? ഇനി വൈകി പോകരുത്. ഇത് കേട്ടിട്ടെങ്കിലും നമ്മളത് പഠിക്കുക. ജീവിതം മുന്നേക്ക് തന്നെയാണ് പോകേണ്ടത്, പുറകിലേക്കല്ല. മുന്നേക്ക് പോകുമ്പോൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക. അത് കീഴടക്കണമെങ്കിൽ എന്നും നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് വെക്കണം, സന്തോഷമായിട്ട് വെക്കണം. നമ്മളും നമ്മളാൽ ചുറ്റപ്പെട്ട കുറേയധികം ആൾക്കാരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫലം ഉണ്ടാകുള്ളൂ. തിരിച്ചറിവ് നമുക്ക് എന്നും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുക. അതായത് നമ്മളൊരു കേന്ദ്ര ബിന്ദുവാണെങ്കിൽ നമ്മളെ ചുറ്റി ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്ന. പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ കാണില്ല, നമ്മൾ സ്നേഹിക്കുന്നവരുടെ പുറകെ പോകും. അവിടെയാണ് പ്രശ്നം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതും കാണേണ്ടതും നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ അവരും ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേയിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് തരാനുള്ള വലിയൊരു ഉപദേശം അതാണ് കേട്ടോ. പാലിക്കുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം വിട പറയുകയാണ്. വീണ്ടും നമ്മൾ കേട്ടുമുട്ടും മറ്റു മനോഹരമായ ദിവസത്തിൽ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് നല്ല പാട്ടുകളും ഒക്കെയായി. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേരുന്നതോടൊപ്പം ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.